എനിക്കിഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ എന്താ എന്താ എടാ ഇപ്പം ഓക്കെ, ഇപ്പൊ എനക്കും ഓളോടൊന്നുമില്ല, ഓക്കും എന്നോടൊന്നുമില്ല, അങ്ങനെയുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് പറയുന്നതോടുകൂടി എന്തെങ്കിലും വന്നാലോ, ഓളെ മനസ്സിൽ എന്തെങ്കിലും വന്നാലോ, അല്ല എന്റെ മനസ്സിൽ എന്തെങ്കിലും വന്നാലോ? മേറെ എന്റെ കരിയൊന്നും വേണ്ട, എന്റെ ചെക്കൻ എന്തോ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇല്ല വിഷമിക്കാവുന്നില്ല, ഒരിക്കൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് നിന്നെ ഇഷ്ടമാണ് അല്ലെ? ഇങ്ങനെയല്ലേ? നാളെ ബന്ധം വരുമോ ഇല്ല പറഞ്ഞില്ല. ഇപ്പൊ എന്തായാലും ബന്ധമില്ല, ഇപ്പൊ എന്തായാലും ഒരു ബന്ധമില്ല. ഇത് റിയൽ ലൈഫായിട്ട് ഒരു ബന്ധമില്ല, ഒരു വെറും കണ്ടന്റ് മാത്രം. അല്ലെങ്കിൽ ചാറ്റ് പറയുന്ന ചാലഞ്ച് കണ്ടന്റ്, ഈ ഒരു സാധനം മാത്രം വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നാ കുര്യാക്കോസ് പ്രപ്പോസ് ചെയ്യട്ടെ. അല്ല നിനക്ക് ഇവന്റെ ഒരു അംശമായിട്ട് മുണിക്ക ബെല്ലൂച്ചി ഇറങ്ങി വന്നാലേ തന്നാമില കന്നാമില തന്നാലേ. മുണിക്ക ബെല്ലൂച്ചി ഇറങ്ങി വന്നാലേ ഇറങ്ങി തന്നാമില തന്നാമില വന്നാച്ചേ. ഇറങ്ങി തെരമാച്ചേ മരമാലി താനി ഇറങ്ങി തെരമാലി തെരമാലി താനി. മുണിക്ക ബെല്ലൂച്ചി ഇറങ്ങി വന്നാലേ. ലൈവ് ആണെന്നുണ്ടോ? ഉറങ്ങാനാ ഇങ്ങനെ മേക്കപ്പ് ഇട്ടില്ല, ലിപ്സ്റ്റിക്കും മേക്കപ്പും കണ്ണ് എഴുതിട്ട് നീ ഉറങ്ങുന്ന? ആണോ? അപ്പൊ ഞാൻ വിളിച്ച കാര്യം എന്ന് വെച്ചാല് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് മമ്മും ആദിലും വന്ന് റീൽ എടുത്തിട്ടല്ലോ. ഞാനും ഉണ്ടായിട്ടില്ല. വേറെ അന്നെ ഒഴിവാക്കില്ല നിങ്ങള്? അല്ല നിങ്ങ മറ്റേതിൽ എന്നെ കൂട്ടിയില്ലല്ലോ. അതിലും നീ എന്താ ചിരഞ്ജീവിയാ? ഡാൻസ് എല്ലാം ഞാൻ പഠിക്കും മോളെ. അല്ല എന്റെ ചെക്കന് ഒരു കാര്യം. ഒന്നുമില്ല, വേറൊരു കാര്യം പറയാനോ. ഞാൻ പറഞ്ഞോളാം. ഞാൻ ലൈവാണ്. അപ്പം ഇത് എന്തായിരുന്നു, അല്ല ഞാൻ കുറെ കാലത്ത് ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ലൈവില് ചാറ്റ് പറഞ്ഞ ഇപ്പൊ തന്നെ പറ, എന്തിനാ വലിച്ചു നീട്ടുന്നെല്ലാം പറഞ്ഞോണ്ട് പിന്നെ ഞാൻ പ്രഷറായി. ഇങ്ങനെയല്ല, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പറ. അല്ലല്ല, പ്രാങ്കൊന്നല്ല കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പറ. ഇതെന്റെ റൊമാൻറ്റിക്, ഇത് കുമാൻറ്റിക്കാന്ന്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ വിളിക്കാം. മോനെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് നടക്കൂല. കാരണം ഇത് നടക്കൂല. ഇത് സീന. ഞാൻ എന്ത് പറയണം? നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സ് നല്ല. നീ വിളിച്ചിട്ടൊരു പാട്ടങ്ങ് പാടിക്കൊടുത്താ മതി. മോണിക്ക ബെല്ലൂച്ചി ഇറങ്ങി വന്നാലേ. സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രഷർ ജോലിയാന്നല്ലേ. പിന്നെ അല്ലാണ്ട് ഞാൻ പറഞ്ഞു നീ ഒരു പിക്കപ്പ് ലൈൻ പറ. എന്താ പിക്കപ്പ് ലൈൻ? പിക്കപ്പ് ലൈൻ ഞാൻ പറയാം. നീ എന്റെ ചുടു, ഞാൻ നിന്റെ മടു. തലക്കേ ഒരു കുത്തു വെത്തു. നീയാണ് എന്റെ കുട്ടു, ഞാനാണ്. നമ്മൾ രണ്ടാളും അത് എന്റെ അല്ല, ഞാൻ അമ്മയല്ലേ അത് പറയല്. അത് പെമ്പിള്ളേരോട് പറയാൻ പറ്റില്ല. ഞാനാ നിന്റെ W for effort. Yes. എല്ലാവരും W for effort. ഇത് എല്ലാം ഇടേണ്ട കാര്യമൊന്നുമില്ല മോനെ. ഞാൻ ഇത്രയും ചെയ്ത W for effort ആണ്. ഇത് എന്ത് ക്രിഞ്ച് പരിപാടിയാണോ മോനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈയുടെ എല്ലാം ഇടുന്ന ഓരോ ആൾക്കാരും, ഓരോ ഇൻഡിവിജ്വൽസിനോടാണ് ഞാൻ പറയുന്നത്. ഇതിൽ എല്ലാം ഇടുന്ന ഓരോ ആൾക്കാരോട് ഞാൻ പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് ശരിക്കും ഒന്ന് റിയൽ ആയിട്ട് ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു പെണ്ണ്, ഒരു സുന്ദരിയായ ഒരു പെണ്ണ്, നിങ്ങൾക്ക് അവളോട് സംസാരിക്കാൻ വരെ പേടിയാണ്. അങ്ങനെ ഒരു പെണ്ണിനോട് പ്രപ്പോസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, എങ്ങനെ ഇരിക്കും? ഇതിന്റെ പ്രഷർ നിങ്ങൾ ആലോചിക്കും. ഇത് പിന്നാന്ന് വെച്ചാൽ ഇതിൽ വേറെ കുറെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടോ. നീ എന്താ പറയുന്നത്? എടാ ഇപ്പം ഓക്കെ, ഇപ്പൊ എനക്കും ഓളോടൊന്നുമില്ല, ഓക്കും എന്നോടൊന്നുമില്ല, അങ്ങനെയുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് പറയുന്നതോടുകൂടി എന്തെങ്കിലും വന്നാലോ, ഓളെ മനസ്സിൽ എന്തെങ്കിലും വന്നാലോ, അല്ല എന്റെ മനസ്സിൽ എന്തെങ്കിലും വന്നാലോ? അല്ല ഒരു എല്ല് സ്പാം ചെയ്യുന്നുണ്ട്, ഞാൻ വായിക്കും. അല്ല ഞാൻ പറയും, പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താടാ മാങ്ങ വത്തക്ക മുഖൻ പോങ്ങ.
എന്താ പറയാ ഫസ്റ്റ് ഡയലോഗ് എന്താ? മേര എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, എന്താ 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 പ്രപ്പോസ്? ഇത് പ്രപ്പോസ്? ഓ പ്രപ്പോസാ, ബേസിക്കലി ഇതൊരു പ്രപ്പോസാ. എന്താ മോളെ ഫിദാശറിനെ, എന്താ മോളെ ആരാണ് പ്രപ്പോസ് ചെയ്യാൻ അറിയാത്ത ആള്? ആരോടോട് കളി? ഹലോ മേഡം, ഇഷ്ടമാണ്, കല്യാണിക്കാൻ താല്പര്യപ്പെടും. ഇല്ലല്ലോ, ഞാൻ അത് റീസെന്റ് ക്ലിയർ ചെയ്തിട്ട് നമ്പർ ഇല്ല, ലീക്കൊന്നായിട്ടില്ല. അല്ല ഡബ്ല്യൂ, അതൊരു ഡബ്ല്യൂ ആണേ മോനെ. മോനെ ഞാൻ പ്രപ്പോസ് ചെയ്ത ഒരിക്കലും ഇതിന്റെ ഒരു അക്ഷരം ഉണ്ടൂലാന്ന് ഞാൻ വിചാരിച്ചെടുത്തുനിന്ന് ഇത്രയും ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ഡബ്ല്യൂ, ആ ഒരു ഡബ്ല്യൂ. അതിന് നീ ഏതാ ഫിദാ ഷവർമ്മ കാര്യം. Anyways, chat. Okay, let's continue. ബാധിക്കും. ചാറ്റിലെ നിങ്ങൾ പറയുന്ന കേട്ട് തുള്ളാൻ നിൽക്കണ്ട. ആ ഫിദ എന്ന് പറയുന്ന ആൾ നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കുന്നത്. ഡബിൾ സൂപ്പർ. Okay, let's continue. Come on, let's go. Vishnu Kumar Nair, super chat. Let's go. എന്താ ചെയ്യണ്ട? പറ. Let's go. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ഒന്നുമില്ല. ഇനി ഇത് പറഞ്ഞോണ്ടിരിക്കല്ല. ഇത് നമ്മളിനെ ചിന്തിക്കുന്ന പോലല്ലേ ഇതിനെ കുറിച്ച്. റിപ്ലൈ ചെയ്യാത്ത എന്തിനാ നോക്കുന്നത്? ഇവിടെ കരയുന്നതായിട്ടുണ്ടാവും. ഇനി എനിക്ക് പേടിയാന്ന്. പണ്ടങ്ങനല്ലേ? വിളിച്ചോ, ചിലപ്പോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പെണ്ണുങ്ങളെ കാര്യല്ലേ ഇത് ഒക്കെ ഒരു ബുദ്ധിമുട്ടാവുമ്പോ ഞാൻ കൊറേ പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കാര്യം ചോദിച്ചിട്ട് കേട്ടാക്കാം. പിക്കപ്പ് ലൈൻ ഒന്ന് പറഞ്ഞേക്കല്ല. ഒരു പിക്കപ്പ് ലൈൻ ഇട്ട സിറ്റുവേഷൻ ഒന്ന് ഫണ്ണ. ഞാൻ സിറ്റുവേഷൻ ഫണ്ണാക്കി തരാം. ഹായ് മേറ, എന്റെ കാര്യമൊന്നും വേണ്ട. എന്റെ ചെക്കൻ എന്തോ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇല്ല വിഷമിക്കാവുന്നില്ല. ഒരിക്കൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് നിന്നെ ഇഷ്ടമാണ്, അല്ലെ? ഇങ്ങനെയല്ലേ എല്ലാം പറയണ്ടേ? നീ ലൈവ് കാണുന്നുണ്ടല്ലോ. ലൈവ് അതിന് ശേഷം നോക്കിയിട്ടുണ്ടാവല്ലോ. സംഭവം മനസ്സിലായില്ല. ആ പിന്നെ എന്തെല്ലാം പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? നീ എന്താ കണ്ണെല്ലാം കലങ്ങിയ ഇങ്ങനെ ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ല. എന്റെ മുഖത്തുണ്ട് അത്. ആ ഉണ്ടെല്ലാം ഉണ്ട്. നോക്കാരെ വെല്ലടി. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഇത് ആണ് ഒന്നുമില്ല. നീ എന്താ ഒതുങ്ങിയിരിക്കുന്നേ? നീ എന്തിനാ ഒതുങ്ങിയ? പിന്നെ ഇത് മമ്മു പറയുന്നല്ലേ? ഇത് മമ്മു പറയുന്നത്. അപ്പൊ നിങ്ങക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങക്ക് ഇവനോട് എന്തെങ്കിലും ഇതുണ്ടാ? അല്ലെ ചെക്കനോട്, കുട്ടുവിനോട്? എന്റെ കുട്ടുവിനെ നീ എങ്ങനെ കാണുന്നു? അതൊക്കെ അറിയണം. പിന്നെ ലൈവ് അതിനെന്താ? നീ കാര്യം പറ. എന്റെ കുട്ടുവിനോട് നിനക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാ? ലൈവ് ആയോണ്ട് അപ്പൊ നീ അങ്ങനെ പറയുന്നേ? പേടിയാന്ന? അപ്പം നീയാതെ പണി പാളിയാ മോളെ. റിയലി സോറി. അല്ല ഞാൻ ഇത് ഇവരിങ്ങനെ ഇത് ലൈവ് ചെയ്യാൻ സമ്മതിക്കാത്ത ലെവലില് എല്ലാം ഇത് വിട്ടിട്ട് ഞാൻ വന്ന് ഇതാക്കിയാ പറഞ്ഞാട്ടാ. നീ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞേറെ. ആ ഇല്ല, ഓക്കെ. എനിക്ക് തോന്നിയതാ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. സോറി. മൈ ബാഡ്. എനിവേസ്, അപ്പം നോ ഹാർഡ് ഫീലിങ്സ്. ഓക്കെ. അല്ല അങ്ങനെ പറഞ്ഞ സോറിന്റെ വേറൊരു വാക്കാണ്. സോറി പറഞ്ഞത്. അല്ല ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പാതിരാത്രി 1 മണിക്ക് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു മോശം കാര്യമല്ല. അതുകൊണ്ടൊരു സോറി പറഞ്ഞ. ആരാ വന്നേ? പിള്ളേരാ? കൊറേ ആൾക്കാർ സൗണ്ട് വെക്കുന്ന. ഡോർ എടുക്കുന്ന സൗണ്ട് ഇങ്ങോട്ട് വരും.
അപ്പം ഇതെന്താ? അല്ല ചാറ്റ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല. ചാറ്റ് വന്ന് ഷീ ലവ്സ് യു എന്ന് പറഞ്ഞാണ് ചാറ്റ് സ്പാം ചെയ്യുന്നത്. എന്താണ്? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ആർക്കും എന്തും സംഭവിക്കാനേ ഈ ലോകത്ത്. കാക്ക വരെ മലർന്ന് മറക്കുമല്ലോ. ആണ് അതാ ആണ് അതാ അതുകൊണ്ടാണോ? അല്ലെങ്കിൽ പിന്നെ ആ അപ്പൊ നിനക്ക് എങ്ങനത്തെ ആളെ ഇഷ്ടം? ആരെയും കിട്ടിയാ മതിയാ? കണ്ട ഷമീറന്മാരെല്ലാം കിട്ടിയാ മതിയോ? എക്സ്ട്രോവേർട്ടിനെ ഇഷ്ടം? ഞാൻ എക്സ്ട്രോവേർട്ടാ. ഞാൻ രണ്ടിന്റെ അടിയിലല്ലേ. ആംബിവേർട്ടാണോ? ആംബിവേർട്ട് ഓക്കെ ആണോ നിനക്ക്? എനിക്ക് ആംബിവേർട്ട് ഓക്കെ ആണോ? അല്ല ആണോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്ന. അത് ഇവനുമായിട്ട് ബന്ധമൊന്നുമില്ല. ആംബിവേർട്ട് നിനക്ക് ഓക്കെ ആണോ? ആണ് ആണോ? ആ തീരെ ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ തീരെ ഇൻട്രോവേർട്ട് അല്ല. അപ്പൊ ആണോ ഇല്ലയോ? ആണോ? അതാരാ? അടുത്താരാ? എട്ടുകാലി. ഒരു എട്ടുകാലുണ്ട്. ഞാനാ? അല്ല. ആ അപ്പൊ എന്താന്ന് പേടിച്ചിട്ട് മറന്നുപോയി. നിന്റെ പേരെന്താ? അല്ല എന്താ ചോദിക്കണ്ടേ ഞാന്? നമ്മളിവിടെ ഒരു കൂട്ടം ഇൻട്രോവേർട്സ് ആണ് സംഭവം. ബേസിക്കലി ആ സംഭവം. ഞാനും വെറുതെ എക്സ്ട്രോവേർട്ട് ആയിട്ട് അഭിനയിക്കുന്നത്. ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആണ്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? അതെന്താ? അതെന്താ നിനക്ക് അറിയാന്ന് പറഞ്ഞ ഞാൻ ഇൻട്രോവേർട്ട് അറിയാന്ന് പറഞ്ഞ അതിനെന്താ എന്തെങ്കിലും കാരണം ഉണ്ടോ? അങ്ങനെ തോന്നാൻ കാരണം? അതെ അതെ, ഞാൻ സൈലന്റാ. റിയൽ ലൈഫിൽ ഞാൻ സൈലന്റാ. അപ്പൊ ആംബിവേർട്ട് ഓക്കെ അല്ലേ? ആംബിവേർട്ട് ഓക്കെ അല്ലേ? നമുക്ക് ഉറപ്പിച്ചോടെ? 1-ാം തരം, 2 തരം, 3 തരം ഓക്കെ ആണ്? ഓക്കെ ആണ്? ഓക്കെ ആണ്. അപ്പം അല്ല അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ നമുക്ക് സംസാരിക്കാം. നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ അല്ലെ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ സങ്കല്പങ്ങളെല്ലാം ഷെയർ ചെയ്യാലോ അല്ലെ. എന്തായാലും നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി, എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി. അപ്പൊ നമ്മൾ അങ്ങോട്ടും സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല അങ്ങനല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറൊന്നും വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അപ്പം ഒരു ആംബിവേർട്ട് ആയിട്ടുള്ള വേറെന്താ നിന്റെ സങ്കല്പം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള? ജസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. സങ്കല്പം ഒരു ടൈമിൽ 2-3 പേരെ നോക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് സിറ്റുവേഷൻഷിപ്പിന്റെ കാര്യമല്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള കാര്യമല്ല. അല്ല ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ ചെക്കനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വേറെ ആൾക്കാരുടെ അടുത്ത് കല്യാണം കഴിച്ചാ പിന്നെ വേറെ ആളെ നോക്കൂലല്ലോ. ഈ ഇപ്പൊ അതാണ് ആൾക്കാരങ്ങനെയാണ്. അതൊന്ന്. പിന്നെ വേറെ അങ്ങനെന്താ? പിന്നെ സാധാ എല്ലാരും പറയണ പോലെ അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. എല്ലാം അപ്പൊ ലോയൽറ്റി ആണ് നിന്റെ ഏറ്റവും മെയിൻ. നീ അതിന് ഏറ്റവും കൂടുതലുള്ളത് ലോയാലിറ്റിയാണ്. നീ അതിന് ഏറ്റവും കൂടുതൽ ലോയാലിറ്റിയും പിന്നെ ഈ ഫസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി, അതുമാണ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ ഗോദ്രേജിന്റെ ഇൻവേർട്ടർ 2 ഉണ്ടാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ഞാൻ ജസ്റ്റ് അറിഞ്ഞു നോക്കുന്നേ ഉള്ളൂ. പിന്നെ ഹൈറ്റ് ഞാൻ പറയട്ടെ, എന്റെ സങ്കല്പത്തില് എക്സ്ട്രോവേർട്ട് മാത്രല്ല ഇൻട്രോവേർട്ട് മാത്രല്ല കേട്ടോ. എക്സ്ട്രോവേർട്സിനും കുഴപ്പമൊന്നുമില്ല, എക്സ്ട്രോവേർട്സും നല്ലതാ. ഞാൻ പിന്നെ പെട്ടെന്ന് ആ സമയത്ത് നീ എന്നോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയത് അതാണ് ഇൻട്രോവേർട്സ് എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഓരോ സമയത്ത് ഓരോ മൈൻഡ് ആവും, അങ്ങനെ മാറി കളിക്കും. അപ്പൊ എക്സ്ട്രോവേർട്ടും കുഴപ്പമൊന്നുമില്ല. ഹൈറ്റ് ഉള്ള ആളെയാണോ ഇഷ്ടം, ഹൈറ്റ് ഇല്ലാത്ത ആളെയാണോ ഇഷ്ടം?
ഹൈറ്റ് ഉള്ള ആളെ. എന്താ പിന്നെ ചെറിയ ചെറിയ അപ്പൊ ഈ പക്രൂന ഇഷ്ടമല്ല അല്ല? ഓ പക്രു പക്രോ ഞാൻ പറഞ്ഞ അത്ഭുത ദ്വീപിൽ അഭിനയിക്കുന്ന ഇവർ നീ മണ്ടിച്ചല്ലോ. ഞാൻ നിങ്ങൾക്ക് പണി വെക്കും. പണി ചെയ്യും. എന്നാ ഓക്കെ. അല്ല എന്താണ് അപ്പൊ ഓക്കെ മേറ, ഞാൻ ജസ്റ്റ് ഈ ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സെൻസസ് ഇങ്ങനെ പെൺകുട്ടികളായാലും സെൻസസ് ഒന്നും എടുത്തു ഭാരത സർക്കാരിന് സെൻസസ് ഒന്നല്ല മേറെ ഞാനുള്ള കാര്യം പൊതു താല്പര്യാർത്ഥം കേരള സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ബൈ, സീ യു. ബൈ ബൈ. ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ വിളിക്കുന്നേ? അല്ല ചോദിച്ചാ. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് അല്ല എന്നോട് ഇടക്കിടക്കിന് ആൾക്കാർ വിളിക്കാൻ പറയും. തൊപ്പീനെ ഇന്ന് ഞാൻ വിളിച്ചില്ലേ, അപ്പൊ എനിക്കിന്ന് തൊപ്പീനെ വിളിച്ചപ്പോ ഞാൻ തൊപ്പീനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചില്ല. വേറെ നീ ഒരു തൊപ്പി വിളിച്ചില്ലേ എന്ന് പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും. നീ എത്ര ദിവസം കൊണ്ട് എന്നെ വിളിച്ചത് പറഞ്ഞു കൊടുക്ക. ഞാൻ ഇന്ന് അതിന് മുന്നേ എപ്പോ വിളിച്ചത്? അതിന് മുന്നേ കൊറേ കാലം മുന്നേ. ഇന്ന് എന്തോ ഇതിന് ഇവര് മൂന്നാളും റീൽസ് എടുക്കാൻ പോയപ്പം ആടുന്ന് വിളിച്ചത്. വരുന്ന വെച്ചിട്ട് വിളിച്ചത്. ഒറ്റ പ്രാവശ്യം വിളിച്ചതാണ്. പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിക്കും. നമ്മളെപ്പോ വിളിക്കണ്ടെന്നല്ല വിചാരിക്കും. അപ്പൊ എനിവേസ് അപ്പൊ സിയോ ഓക്കെ ബൈ. അപ്പൊ ഇടക്കിടക്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ല, അല്ല ബുദ്ധിമുട്ടില്ല. അപ്പൊ വിളിക്കാം. ഓക്കെ ഓക്കെ ബൈ. സിയോ. അപ്പൊ ഓക്കെ. ഞാൻ എന്തോ പറയാൻ വന്നിന് മറന്നുപോയി. ബൈ. ഓക്കെ ശരി. ഓക്കെ ഗൈസ്, കുട്ടു കോൾ അടിച്ചല്ല. എന്ത് കോൾ അടിച്ചാ? നമ്മള് ജസ്റ്റ് രണ്ട് ഗ്രോൺ അഡൾട്ട്സ്, ഗ്രോൺ പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, ഐഡിയാസ് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലാണോ? എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു? മോനെ ആരാണ്? എൽ കോൺവെർസേഷൻ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ. ഫിദെ ആരാ പറഞ്ഞത്? എന്തേ നല്ല പ്രോപ്പർ റിസ് കോൺവെർസേഷൻ, റിസ് ടോക്കാന്ന് ഇപ്പൊ കഴിഞ്ഞ മനസ്സിലായി. റിസ് മാസ്റ്റർ കുട്ടു റിസ് മാസ്റ്റർ ആണ്. തൊപ്പി എന്ന നിഹാദിനെ ഒരുപക്ഷെ മേയറിന് ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ നിഹാദ് എന്ന തൊപ്പിയെ മേയർ ഇഷ്ടപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ എവിടെയോ ഒരു പ്രണയം പൂക്കുന്നു, വാക്കുകൾ ചുരുങ്ങുന്നു, ശബ്ദം വിടർന്നു, കണ്ണുകൾ ഉടക്കുന്നു, നിന്റെ മോന്തൊക്കെ ഇട്ട് ഇടിക്കുന്നു.